1. ഒരിക്കൽ ഒരു സഹായം ചെയ്താൽ വീണ്ടും വീണ്ടും ചോദിച്ച് മുതലെടുപ്പ് നടത്തുന്നവർ. 2. നിങ്ങളുടെ കയ്യിൽ നിന്നും സംഭവിച്ചു പോയ ഒരു തെറ്റിന്റെ പേരിൽ മുതലെടുപ്പ് നടത്തുന്നവർ. 3. ചെറിയ ചെറിയ സഹായങ്ങൾ ഇങ്ങോട്ട് ചെയ്തു തന്നിട്ട് വലിയ നേട്ടങ്ങൾ അങ്ങോട്ട് നേടിയെടുക്കുന്നവർ. 4. കണ്ണീരിൽ വീഴുന്ന വ്യക്തിയാണെന്ന് മനസ്സിലായാൽ അതുവഴി മുതലെടുക്കുന്നവർ. 5. നിങ്ങളുടെ എന്തെങ്കിലും രഹസ്യങ്ങൾ അറിയുമെങ്കിൽ അത് പുറത്തു പറയും എന്ന് പറഞ്ഞ് ചൂഷണം ചെയ്യുന്നവർ. 6. നിങ്ങളെ പുകഴ്ത്തി പറഞ്ഞും മറ്റുള്ളവരോട് നിങ്ങളെ പുകഴ്ത്തി സംസാരിച്ചും നേട്ടങ്ങൾ കൊയ്യുന്നവർ. 7. നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണെന്ന് മനസ്സിലാക്കിയിട്ടും അതിനെ ന്യായീകരിച്ചു നിങ്ങളെ സുഖിപ്പിച്ചു നിർത്തിക്കൊണ്ട് മുതലെടുപ്പ് നടത്തുന്നവർ. 8. നിങ്ങൾക്ക് തിരിച്ച് ഒന്നും ചെയ്യാൻ സാധിക്കില്ലെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം ചൂഷണം നടത്തുന്നവർ. 9. ഇപ്പോൾ ഒരു സഹായം ചെയ്താൽ ഭാവിയിൽ തനിക്ക് മുതലെടുപ്പ് നടത്താം എന്ന് മുൻകൂട്ടി കണ്ട് നിങ്ങളെ സഹായിക്കുന്നവർ. 10. നിങ്ങളുടെ സാമ്പത്തികം വളരെ കുറവാണെന്നും എന്നാൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ വളരെ കൂടുതലാണെന്നും മനസ്സിലാക്കി വാഗ്ദാനങ്ങൾ നൽകി മുതലാക്കുന്നവർ. 11. ചെറിയ സമ്മാനങ്ങളിലൂടെ വലിയ മുതലെടുപ്പ് നടത്തി നിങ്ങളുടെ സ്വപ്നങ്ങൾ തകർത്തെറിയുന്നവർ. 12. നിങ്ങളുടെ നിസ്സഹായാവസ്ഥയും കഷ്ടപ്പാടും മനസ്സിലാക്കി ചെറു സഹായത്തിലൂടെ വലിയ മുതലെടുപ്പ് നടത്തുന്നവർ. 13. ഒരു കാലത്ത് ചെയ്തു തന്ന സഹായത്തിൻ്റെ കണക്കു പറഞ്ഞ് വീണ്ടും വീണ്ടും ബുദ്ധിമുട്ടിക്കുന്നവരും ചൂഷണം നടത്തുന്നവരും. 14. നിങ്ങൾക്ക് പണത്തിനോടുള്ള അത്യാവശ്യവും ആവശ്യവും അത്യാഗ്രഹവും മനസ്സിലാക്കി മോഹന വാഗ്ദാനങ്ങൾ നൽകി ചൂഷണം നടത്തുന്നവർ. 15. സ്വന്തത്തിൻ്റെയും ബന്ധത്തിൻ്റെയും പേരു പറഞ്ഞ് നമ്മുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കാതെ സ്ഥിരമായിട്ട് സഹായം ചോദിച്ച് മുതലെടുപ്പ് നടത്തുന്നവർ. 16. നിങ്ങൾ വെറും പാവം ആയതുകൊണ്ട് മാത്രം മുതലെടുപ്പ് നടത്തുന്നവർ. 17. നിങ്ങളുടെ ഇഷ്ടങ്ങളും വീക്ക്നെസ്സുകളും മനസ്സിലാക്കി അതുവെച്ച് ചൂഷണം നടത്തുന്നവർ. 18. നിരന്തരമായി പ്രാരാബ്ധങ്ങളും ബുദ്ധിമുട്ടുകളും മാത്രം പറഞ്ഞു മുതലെടുപ്പ് നടത്തുന്നവർ. 19. സ്നേഹവും വിശ്വാസവും നടിച്ച് ചൂഷണം നടത്തുന്നവർ. 20. അമിത വിനയം നടിച്ച് മുതലെടുപ്പ് നടത്തുന്നവർ. 'പണത്തിൻ്റെ അത്യാവശ്യമോ ആവശ്യമോ അത്യാഗ്രഹമോ ആണ് ഒരു പരിധിവരെ നമ്മെ ചൂഷണത്തിലേക്ക് നയിക്കുന്നത്. കുറിപ്പ്: സാമ്പത്തിക മുതലെടുപ്പിനെക്കുറിച്ചും ശാരീരിക മുതലെടുപ്പിനെക്കുറിച്ചും ഇതിൽ പരാമർശമുണ്ട്. ഓർക്കുക, നമ്മുടെ ഉയർന്ന ആഗ്രഹങ്ങളും താഴ്ന്ന സാമ്പത്തികവും ചൂഷണത്തിന് കാരണമാകുന്നു. ആഗ്രഹങ്ങൾ കുറച്ചാൽ ഒരു പരിധിവരെ ചൂഷണങ്ങളിൽ നിന്നും രക്ഷപ്പെടാം.